ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് കൂടാരപ്പെരുന്നാൾ. വിശുദ്ധ മർക്കോസ് 9:1-2 വാക്യങ്ങളിൽ, പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ആ താബോർ മലയിലെ പ്രത്യക്ഷതയുടെ അയവിറക്കലാണ് കൂടാരപ്പെരുന്നാൾ. എന്നാൽ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തനി സ്വരൂപമാണ് വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്നത്. അവിടെ ഉടലോടെ എടുക്കപ്പെട്ട ഏലിയ ഉണ്ടായിരുന്നു, മരിച്ചടക്കപ്പെട്ട മോശ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിലെ വാസത്തിൽ കഴിയുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു. അവിടെ തൃത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. ആ സാന്നിധ്യമുള്ളിടത്ത് വിശുദ്ധ മാലാഖമാരില്ലേ? വിശുദ്ധ കുർബാനയിലും ഇപ്പോൾ പറഞ്ഞ എല്ലാ സാന്നിധ്യവും ഉണ്ടെന്നുള്ള കാര്യം നാം ഓർക്കണം. ആ ബോധത്തോടെ വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു എന്ന് നാം ചൊല്ലാറുണ്ട്. അത് ഹൃദയത്തിൽ തട്ടിച്ചൊല്ലുക. ഈ പ്രഖ്യാപനത്തോടെ ഓരോ വിശ്വാസിയും താബോർ മലയിലെ അനുഭവത്തിലേക്ക് അടുത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, വെളിപാട് പുസ്തകം 4:1 ദൂതൻ യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വരിക. ആ അനുഭവം അവിടെ 1-ാം വാക്യത്തിൽ പ്രകാരം കാണാം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ ശബ്ദം കേട്ടിട്ട് വിശുദ്ധ യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. കൂടാരപ്പെരുന്നാളിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ സാന്നിധ്യബോധം എല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.